ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേട്ട് ബ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തീറ്റപാത്രമാണ്. ഏകദേശം ഇതേപോലെയൊക്കെ ഇരിക്കും തീറ്റപാത്രം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് നേരെ നമ്മുടെ പണിസ്ഥലത്തേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു കണ്ടെയ്നറാണ്, പ്ലാസ്റ്റിക് കണ്ടെയ്നറും അതോടൊപ്പം തന്നെ ഒരു കുപ്പിയും, പ്ലാസ്റ്റിക് കുപ്പിയും. ഇനി ചെയ്യേണ്ടത് ആ കുപ്പിയുടെ ഈ കുപ്പിയുടെ ക്യാപ്പിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക, ഈ തീറ്റയൊക്കെ പുറത്തേക്ക് വരാൻ വേണ്ടി. അപ്പോൾ ഹോൾ ഇടുമ്പോൾ ഇത്തിരി വലുതായിരിക്കണം, അല്ലെങ്കിൽ വലിയ വലിയ തീറ്റയൊക്കെ പുറത്തേക്ക് വരാൻ ചില പ്രയാസമായിരിക്കും. അപ്പം അതുപോലെ നിങ്ങൾ നോക്കി ചെയ്യുക. നമ്മൾ ഹോൾ ഇട്ട് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ആ കുപ്പിയുടെ മോൾ ഭാഗത്തായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ കട്ട് ചെയ്യണം, കൈമുറിയാണ്ടൊക്കെ നോക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഈ മുകളിലത്തെ ഭാഗം വേണമെന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ വല്ല എന്താ പറയുക, വല്ല ഗാർഡനിൽ എവിടെയും തൂക്കിയിടണമെങ്കിൽ വല്ല മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി ഈ ഇത് എടുത്ത് മുകളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക, വല്ല റോൾ ചെയ്ത് വെച്ച് കൊടുക്കുക. ഇത് ഫിറ്റ് ചെയ്യേണ്ടതിന് മുമ്പ് ഇനി ചെയ്യേണ്ടത്, ഇനി ആ കുപ്പിയുടെ ക്യാപ്പ് അതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. കാരണം നമുക്ക് ഗ്ലൂ ഗൺ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടെയ്നറിനകത്തേക്ക് സൈഡിലായിട്ട് ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഗ്ലൂ ഗൺ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ 2-3 മിനിറ്റ്, 2-3 മിനിറ്റ് അല്ല, 2-3 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക സൈഡിലൊക്കെ. കൂടുതൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം ഇതുപോലെ നല്ല രീതിയിൽ ഫിറ്റായിട്ട് അവിടെ ഇരുന്നോളൂ. സൈഡിലേക്ക് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാത്രം റെഡിയായി. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് ഫുഡ് ഇടൽ മാത്രമേ ഉള്ളൂ. കാണിച്ചു തരാം. കാണുന്നുണ്ടോ അതിൽ? കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും തീറ്റ ഇടുമ്പോൾ തന്നെ ഇതിലേക്ക് വന്നത്. ഇപ്പം ആവശ്യമുള്ള തീറ്റ മാത്രം ഇതിൽ സ്റ്റോറേജ് എടുക്കും, ആവശ്യമില്ലാത്തത് അതിൽ തന്നെ കിടക്കും. പിന്നെ വന്നത് ഈ ഇതേപോലെ അതിട്ടാ വീട്ടിൽ കിളീനെ വളർത്തുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ കോഴീനെ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ കോഴിത്തീറ്റ ഇടാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഹോൾ ഇടുമ്പോൾ ഇത്തിരി നല്ല വലുതായിരിക്കണം. അപ്പോൾ വലിയ തീറ്റയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വരാൻ പറ്റില്ല പറ്റി. അപ്പോൾ അത് നിങ്ങൾ നോക്കണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ ഇതുപോലെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഓഫ്.